ഇവിടെ നേരത്തെ ഉത്തർപ്രദേശിലെ സ്ത്രീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ലോകം മുഴുവൻ വൻ നാശം വിതച്ച കോവിഡ് മഹാമാരിക്കിടയിലെ ഒരു ആംബുലൻസിനകത്ത് കോവിഡ് രോഗിയെ പീഡിപ്പിച്ച അപമാനം ഉണ്ടായത് കേരളത്തിലാണ്. ഇതേ കേരളത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്ത് ചികിത്സക്കായി എത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ച് പിച്ച് ചീന്തിയതും ഇതേ കേരളത്തിലാണ്. മലയാളികളെ തലകുനിച്ചു നിന്നു. വാളയാറിലെ 2 പിഞ്ചു പെൺകുട്ടികളെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി. ഇവിടെയൊന്നും നിങ്ങളുടെ രോഷം പൊന്തില്ല. കാരണം നിങ്ങളുടെ കണ്ണങ്ങ് കോങ്കണ്ണാണ്. കാരണം അങ്ങോട്ട് വടക്കോട്ട് മാത്രമേ നോക്കുള്ളൂ. വടക്കോട്ട് മാത്രം നോക്കുന്ന ആളുകള് നടക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ കോവിഡ് രോഗി ആംബുലൻസിനകത്ത് പീഡിപ്പിച്ചപ്പോ പറഞ്ഞില്ല? ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഉയർത്തിക്കാട്ടി കേരളത്തിൽ നടക്കുന്ന വലിയ സംഭവങ്ങള് മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു മിനിറ്റ് ഒരു കാര്യം കൂടെ പറയാം. നേരത്തെ പറഞ്ഞു ഉജ്ജ്വല യോജന തുടങ്ങി 30 പദ്ധതികള്, കോൺഗ്രസിന്റെ പദ്ധതികൾ പേര് മാറ്റി 32 പോട്ടെ 50 വെച്ചോ. 18 നിങ്ങൾക്ക് ഡിസ്കൗണ്ട് വേണ്ടാന്ന്. 32 ഞങ്ങൾ അവിടെ 32 പദ്ധതികൾ 60 വർഷം. ശരി, ആയിക്കോട്ടെ. 60 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ട് നടപ്പിൽ വരുത്താൻ ഈ 32 പദ്ധതികൾ നിങ്ങൾക്ക് സാധിച്ചില്ല. അത് നടപ്പിൽ വരുത്താൻ 56 നെഞ്ചലുള്ള ബോധ്യം വരേണ്ടി വന്നു. 10 വർഷം നിങ്ങൾക്ക് 60 വർഷം ഈ 32 പദ്ധതികൾ എന്താ നടത്താൻ പറ്റിയില്ല? അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ നിങ്ങൾ അധികാരത്തിലുണ്ടാവുക. എന്താ നടത്തിയില്ല? ജനങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങി. അതുകൊണ്ടാണ് നിങ്ങളെ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഒരു മിനിറ്റ്. അവിടെ രാഹുൽ ഗാന്ധി പരമ്പരാഗതമായി മത്സരിച്ചിരുന്ന അമേഠിയിൽ മത്സരിക്കാനുള്ള ധൈര്യമില്ല. കാരണം തോൽക്കു പേടി. അതുകൊണ്ട് അമേഠിയിൽ മത്സരിക്കും. പേടിച്ച് ഓടി തുരുത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അടുത്ത രക്ഷ അറബിക്കടൽ മാത്രമേ ഉള്ളൂ. ഇനി അറബിക്കടൽ മാത്രമേ ഉള്ളൂ.